Hello everyone. എല്ലാവർക്കും വ്യൂസ് അക്കാഡമിയുടെ ക്ലാസ്സസിലോട്ട് സ്വാഗതം. സോ ടുഡേ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് CUET UGയുടെ കെമിസ്ട്രി ക്ലാസ്സസ് ആണ്. സോ അതിൽ നമുക്ക് അറിയാം +2 ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. സോ അതിലൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന പേരുള്ള ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇന്ന് എടുക്കുന്ന സമയത്ത് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് എടുക്കുന്നത്. സോ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കെമിസ്ട്രി പഠിച്ചു വരുന്ന ആ ടോപ്പിക്സ് അല്ല, കുറച്ചധികം പുതിയ ടെർമിനോളജീസ് അതിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ചാപ്റ്ററിൽ. സോ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ആ കോർഡിനേഷൻ? ആ ഒരു വേർഡിൽ തന്നെയുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണെന്നുള്ളത്. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൾക്കാരെ കോർഡിനേറ്റ് അല്ലെ, എല്ലാവരും ചേർത്ത് നിർത്തുക എന്നുള്ളൊരു അർത്ഥം വരുന്ന കാര്യമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് പേരാണ്. ആ രണ്ട് പേരിനെ കോർഡിനേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ രണ്ട് ആൾക്കാർ എന്നുള്ളത് നമുക്കറിയണം അല്ലെ. ഒന്നെന്ന് പറയുന്നത് മെറ്റൽ ആണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ലിഗാൻഡ് ആണ്. ഓക്കെ അല്ലേ? ഒന്ന് മെറ്റലും രണ്ടാമതെന്ന് പറയുന്നത് ആരാ? ലിഗാൻഡ് ആണ്. ഓക്കെ. സോ മെറ്റൽ ലിഗാൻഡും ചേർന്ന് നിൽക്കുന്ന കോമ്പൗണ്ടുകളാണ് ആരെന്ന് പറയുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെറ്റലും അതുപോലെ തന്നെ ആരാണ്? ലിഗാൻഡ്. ഓക്കെ. മെറ്റലും ലിഗാൻഡും ചേർന്ന് നിൽക്കുന്ന ആ കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ പേരിൽ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം കുറെ അധികം ബോണ്ടുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ബോണ്ടുകളുടെ ഒരു കാര്യം തന്നെയാണ്. അതായത് അയണിക് ബോണ്ട് ഉണ്ട്, കോവലന്റ് ബോണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട്, അങ്ങനെ ഒരുപാട് ബോണ്ടുകളുണ്ട്. പക്ഷെ ഇവിടത്തെ കേസിൽ, ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കേസിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന മെറ്റലും അതുപോലെ തന്നെ ആരാ പറഞ്ഞ ലിഗാൻഡ് അല്ലെ, മെറ്റല് അതുപോലെ തന്നെ ലിഗാൻഡ്, ഇവര് ചേർന്ന് നിൽക്കുന്ന ബോണ്ടിന്റെ പേരെന്ന് പറയുന്നത് കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ടാണ്. ആരാണ്? കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ടാണ്. മനസ്സിലാക്കുക. ഇനി എന്താണ് ഈ കോർഡിനേറ്റ് ബോണ്ട് എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കോവാലന്റ് ബോണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. കോർഡിനേറ്റ് ബോണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. ഓക്കെ. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല്, ഓക്കെ, രണ്ടുപേരെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ നോക്കിക്കോളൂ. രണ്ടുപേരെ കൺസിഡർ, ആരെയും രണ്ടുപേരെന്ന് പറയുന്നത് മെറ്റല്, ഓക്കെ, മെറ്റൽ, അടുത്തത് ലിഗാൻഡ്. ഇങ്ങനെ രണ്ടുപേരാണുള്ളത് നമുക്കറിയാം അല്ലെ. ഇനി അറിയേണ്ട ഒരു കാര്യം, മെറ്റൽ ലിഗാൻഡ് ഉണ്ട്, രണ്ടുപേരുടെ അടുത്ത് ഉണ്ട് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. പൊതുവെ ഇവിടെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിയ ആൾക്കാർ, അതായത് ഈ ലോൺ പെയർ എല്ലാം ഉള്ള ആൾക്കാരില്ലേ, അവരാണ് കൂടുതലായിട്ടും ലിഗാൻഡ് ആയിട്ട് നിൽക്കുന്നത്. സോ അവർക്ക് എന്തുണ്ട്? അവിടെ ലോൺ പെയർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ലോൺ പെയർ ഉണ്ട്. ഓക്കെ. സോ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് കൂടുതലും ഡി ബ്ലോക്കിലെ എലമെന്റ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. നമുക്കറിയാലോ പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്ക് നടുക്ക് വരുന്ന എലമെന്റ്സ്, ദാറ്റ് ഇസ് ഡി ബ്ലോക്ക്. സോ അതിലുള്ള എലമെന്റ്സ് ആയിരിക്കും കൂടുതൽ നമ്മൾ മെറ്റൽ ആയിട്ട് ഇവിടെ എടുക്കുന്നുണ്ടാവുക. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലിഗാൻസിൽ നിന്നും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ലിഗാൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റലിലേക്ക് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ട് ഇലക്ട്രോൺസും, അതായത് ഒരു ഇലക്ട്രോൺ പെയർ, രണ്ട് ഇലക്ട്രോൺസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് ഒരൊറ്റ ആളായിരിക്കും. ഓക്കെ. അങ്ങനെ ഉണ്ടാവുന്ന ബോണ്ടിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കോർഡിനേറ്റ് ബോണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് വഴിയാണ്. നമ്മൾ സാധാരണ ബോണ്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു ലൈൻ വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കോർഡിനേറ്റ് ബോണ്ട് എപ്പോഴും നമ്മളൊരു ആരോ മാർക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. സോ ഇതാണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. സോ സാധാരണ ഒരു മെറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലിഗാൻഡ് ഉണ്ട്. ലിഗാൻഡിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസിനെ നമ്മൾ മെറ്റലിലേക്ക് ഷെയർ ചെയ്യുക, അല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അത് കോർഡിനേറ്റ് ബോണ്ട് വഴി. ഓക്കെ. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് നമ്മൾ സാധാരണ പറയും. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ സോ എന്താണ് കോർഡിനേഷൻ
കോമ്പൗണ്ട് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ഇതിനകത്ത് കുറച്ചധികം എന്തുണ്ട്, ടെർമിനോളജീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. സോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് നോക്കാം നിങ്ങൾക്ക്, അതായത് നമ്മൾ അതിന്റെ ഡെഫിനേഷൻ, കോർഡിനേഷൻ കോമ്പൗണ്ട് ഡെഫിനേഷൻ ജസ്റ്റ് നോക്കാം. നോക്കിക്കേ എന്താ. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അറേ ഓഫ് anions or neutral molecules, okay, that are bonded to a central atom. ഓക്കെ, സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ആരാ, മെറ്റലാ. മനസ്സിലാക്കുക, സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ആരാ, മെറ്റലാണ്. ഇനി അവര് ന്യൂട്രൽ അല്ലെങ്കിൽ ആനിയോൺ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആരാ, ലിഗാൻഡിനെ പറയുന്നതാ. ഓക്കെ, ഇനി ഇതിൽ രണ്ടുപേരും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ, വിയ ഏത് വഴി, കോർഡിനേറ്റ് ബോണ്ട് വഴി. ഓക്കെ, അപ്പൊ ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഒരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിഗാൻഡാണ്. നമ്മൾ ഇനി ഓരോ ടെർമിനോളജീസ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. പുതിയ പുതിയ വേർഡുകളാണ്, ബട്ട് സ്റ്റിൽ ഈസിയാണ്, വളരെ ഈസിയാണ്. പക്ഷെ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ഇതിന്റെ ഫെർദർ ചാപ്റ്റർ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത് ഈ ടേംസ് ആയിരിക്കും. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കും. അപ്പൊ ഇത് പറയുന്നത് ലിഗാൻഡാ. ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ പറയാം നമുക്ക് വേണമെങ്കിൽ. They are neutral molecules or ions which are bonded to central atom. Okay, they are neutral molecules or ions which are bonded to central atom. സെൻട്രൽ ആറ്റത്തിലേക്ക് ബോണ്ട് ചെയ്തിട്ടുള്ള ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോണുകൾ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിഗാൻഡ് എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ഓക്കെ, ഇനി അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ പെയർ ഉണ്ടായിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്തിരിക്കണം, 1 ഇലക്ട്രോൺ പെയർ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ ആദ്യം എങ്ങനെ പറഞ്ഞേ, ലിഗാൻഡിൽ നിന്ന് മെറ്റലിലേക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലെ, കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സോ അവർക്ക് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊരു കണ്ടീഷൻ പോലെയാണ്, ലിഗാൻഡ് ആവണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ പെയർ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ NH3, ഇതെന്താ, അമോണിയ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. NH3 ഒരു എക്സാമ്പിൾ ആണ്, ഒരു ലിഗാൻഡ് ആണ്, ഒരു ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ Cl- ഒരു എക്സാമ്പിൾ ആണ്. ദെൻ H2O ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവരെല്ലാം ആരാണ്, ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ലിഗാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ദേ ആർ ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ അയോൺസ് വിച്ച് ആർ ബോണ്ടഡ് ടു സെൻട്രൽ മെറ്റൽ ആറ്റം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ നമ്മൾ സാധാരണ ഒരു ജനറൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ML4 ഇങ്ങനെ ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഈ M എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, മെറ്റലിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് M എന്നുള്ളത്. L അപ്പൊ എന്തായിരിക്കും പറഞ്ഞേ, ലിഗാൻഡ് കേട്ടോ. L എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിഗാൻഡിനെ കാണിക്കുന്നതാണ്. ഇനി 4 കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗാൻഡ് 4 എണ്ണം അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ML4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറൽ റെപ്രസെന്റേഷൻ ആണത്, വേറെ ഒന്നുമല്ല, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കോർഡിനേറ്റ് ബോണ്ട് ഏതാ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. ഇനിയുള്ളത് സെൻട്രൽ ആറ്റം ആണ്. സെൻട്രൽ ആറ്റം, സെൻട്രൽ ആറ്റം എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്താ അത്, ആ മെറ്റലിന്റെ കേസ് പറഞ്ഞു അല്ലേ. ആ മെറ്റലിനെയാണ് നമ്മൾ പൊതുവെ എന്തായിട്ട് പറയുന്നത്, സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലിഗാൻഡ് ആരായിട്ടാണോ എന്ത് ചെയ്യുന്നത്, ബോണ്ട് ചെയ്ത് നിൽക്കുന്നത്, അതേ പറയുന്ന പേരാണ് എന്ത്, സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ടെന്ന് നോക്കിക്കേ. അവിടുത്തെ എക്സാമ്പിൾ എന്താ പറയുന്നത്, എന്താ Fe ആണത് അല്ലെ. Fe എന്ന് പറഞ്ഞാൽ അയൺ ആണെന്ന് അറിയാലോ, ഫെറം കേട്ടോ, അയൺ ആണ്. Cn എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സയനൈഡിനെയാണ്. Cn എന്ന് പറയുന്നത് സയനൈഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. Fe6 ഇതാണ് ആ ഹോൾ കോമ്പൗണ്ടിന്റെ ചാർജ്. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്, അതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. സോ ഹിയർ ഇവിടെ ആരായിരിക്കും സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു മെറ്റൽ ആണ് പൊതുവെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, സെൻട്രൽ ആറ്റം എടുക്കുന്നത്. സോ ഇവിടെ ആരാണ് വരിക, അതെ അയൺ അല്ലെ. അയൺ ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം ആയിട്ട് വരുന്നത്. Fe ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. ഇനി ആരായിരിക്കും ഇവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു എന്താ ലിഗാൻഡ് എന്ന് പറയുന്നത്, സെൻട്രൽ ആറ്റത്തിനെ ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, ലിഗാൻഡ് എന്ന് പറഞ്ഞു. ആരെ ഇവിടെ ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്, ബാക്കിയുള്ളത് Cn അല്ലെ. Cn ആണുള്ളത്. അത് എത്ര ഉണ്ട്, 6 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ Feയുടെ കൂടെ 6 Cn അവിടെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടുത്തെ ലിഗാൻഡ് ആരാണ്, Cn ആണ്. ഇത്രയേ ഉള്ളൂ.
എളുപ്പമായില്ലേ? അപ്പൊ ആരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അറിഞ്ഞു. അതുപോലെ തന്നെ ലിഗാൻഡ് എത്രണ്ണം ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ലിഗാൻഡ്, ഇവിടത്തെ ഈ ഒരു കോമ്പൗണ്ട് എന്നിട്ട് അതില് ആരാ ലിഗാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പഠിച്ചു. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ കേട്ടോ. കോമ്പൗണ്ട് പൊതുവെ എന്താണ്? ഇനി നെക്സ്റ്റ് ടേം ആണ് കോർഡിനേഷൻ എൻസൈറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇനി നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഏത് FeCN 6 × 3 - എന്ന് പറഞ്ഞ് ഒരു എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു അല്ലേ? അതുപോലെ വേറൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കേ, ഇതാ COCl3 NH3 3 ടൈംസ്. ഓക്കെ അല്ലേ? സോ ഹിയർ ഇവിടെ ഒരു ബ്രാക്കറ്റ് കാണുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെ, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കാണുന്നുണ്ട്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട് പൊതുവെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയർ ബ്രാക്കറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ അതാദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചില എൻറ്റൈറ്റീസ് അല്ലെങ്കിൽ ചില എലമെന്റ്സ് ഈ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനെ പറയുന്നതാണ് കോർഡിനേഷൻ എൻറ്റൈറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്താണ് ആരൊക്കെ ഉള്ളത്? ഒരു മെറ്റൽ ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ ആരുണ്ട്? ലിഗാൻഡ് ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് കിടക്കുന്നത്, ആണല്ലോ. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ സ്ഫിയർ അല്ലെങ്കിൽ കോർഡിനേഷൻ എൻറ്റൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, നമ്മൾ എല്ലാം ഈ ബ്രാക്കറ്റ് വെച്ചിട്ടല്ലേ എഴുതുന്നത്, അപ്പൊ എന്താണ് ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. ചില കേസസിൽ ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് മാത്രമല്ല, ബ്രാക്കറ്റിന് പുറത്തും എന്ത് ചെയ്യുന്നുണ്ട്? എലമെന്റ്സ് അല്ലെങ്കിൽ അയോൺസ് അവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തു പറയാനുള്ളത് കാരണം കേട്ടോ. ചില കേസുകളിൽ പുറത്തും വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എക്സാമ്പിൾസ് ഇനി പറയുന്ന നേരത്ത് നിങ്ങൾക്ക് ഏകദേശം കണ്ടു കിട്ടും. നിങ്ങൾ ഒരുപാട് അതിനകത്ത് ഇൻവോൾവ് ആവണ്ട. ഇത്രയേ ഉള്ളൂ, ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അതിനെ പറയുന്ന ആ ഒരു വേർഡാണ് എന്ത്? കോർഡിനേഷൻ സ്ഫിയർ അല്ലെങ്കിൽ കോർഡിനേഷൻ എൻസൈറ്റി. അപ്പൊ ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു, ഇനി സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, ലിഗാൻഡ് എന്താണ്, അതുപോലെ കോർഡിനേറ്റ് ബോണ്ട് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ കോർഡിനേഷൻ എൻറ്റൈറ്റി അല്ലെങ്കിൽ സ്ഫിയർ എന്താണെന്നെല്ലാം പറഞ്ഞു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് നൗ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ആണ്. ലിഗാൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി. ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതാണ് ലിഗാൻഡ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാക്കില്ലേ? അതെ. ഇനി നമുക്കതിനകത്ത് ടൈപ്സ് ഉണ്ട്. എല്ലാ ലിഗാൻഡും ഒരുപോലെ അല്ല. നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ആണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ലിഗാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഡോണർ ആറ്റം അവർക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, സോ അവർ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ ഷെയർ ചെയ്യുന്ന ഡോണർ ആറ്റംസിന്റെ നമ്പർ അനുസരിച്ച് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കിക്കേ. ഒന്നാമത്തെയാണ് മോണോഡെൻഡേറ്റ്. അല്ല കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തുകൂടെ വിളിക്കാം? യൂണിഡെൻഡേറ്റ് എന്ന് വിളിക്കാം. മോണോഡെൻഡേറ്റ് അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്? യൂണിഡെൻഡേറ്റ്. കണ്ടോ? മോണോ അല്ലെങ്കിൽ യൂണി, ഇത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. മോണോ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 എന്നല്ലേ പറയുന്നത്. പുള്ളി യൂണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അതിനെ അർത്ഥം ആക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കത് കൂടുതലായിട്ട് പഠിക്കാം. മോണോഡെൻഡേറ്റ് എന്താ, യൂണിഡെൻഡേറ്റ് എന്താ, അതിന്റെ എക്സാമ്പിൾ എന്താണെന്നെല്ലാം കൂടുതലായിട്ട് പഠിക്കാം. ജസ്റ്റ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ആദ്യം പറയാം. ഒന്നാമത്തെ മോണോഡെൻഡേറ്റ് അല്ലെങ്കിൽ യൂണിഡെൻഡേറ്റ് പറഞ്ഞു. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് കേട്ടോ. പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. ഓക്കെ, നാലാമത്തെ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആൻഡ് അഞ്ചാമത്തെ ചീലേറ്റിംഗ് ലിഗാൻഡ്. അതായത് നമുക്ക് എങ്ങനെയാണെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം, ഓരോരുത്തർ ഓരോ പോലെ പ്രൊണൗൺസ് ചെയ്യാം. ചിലവർ ചീലേറ്റ് എന്ന് വിളിക്കും, ചിലവർ ചീലേറ്റ് എന്ന് വിളിക്കും കേട്ടോ. ബോത്ത് ആർ സെയിം, പ്രൊണൗൺസിയേഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. സോ ഇങ്ങനെ 5 ടൈപ്പ് ലിഗാൻഡ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 5 ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്, ഓർത്ത് വെക്കുക. അത് അറിയേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇനി അതിനെ എലാബറേറ്റ് ചെയ്ത് പഠിക്കാം. അതിൽ ഒന്നാമത്തെ നമ്മൾ ഏതാ പറഞ്ഞേ? മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്നാണ്. ഇപ്പൊ ഞാൻ അപ്പഴേ ചോദിച്ച പോലെ തന്നെ മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 1 അല്ലേ? അല്ലേ? അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടി അതിന്റെ എക്സ്പ്ലനേഷൻ. എങ്ങനെയാ വരിക എന്ന് പറഞ്ഞേ? ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്.
അവിടെ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിനെ ലിഗാൻഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. സോ എന്തായിരിക്കും മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതെ, വെരി ഗുഡ്. എന്താ പറയുന്നത്? ഒരു ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ലിഗാൻഡുകളെ പറയുന്ന പേരാണ് എന്ത്? മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. ഇനി ഇത് ആർക്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? ആർക്കാ? സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അല്ലെ. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത് തന്നെയാണ് അതിന്റെ ഡെഫിനീഷനും. അപ്പൊ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡെഫിനീഷനും ആയി. ഒന്ന് പറഞ്ഞപ്പോ എങ്ങനെ വരിക? the ligand that donates one electron pair to metal atom അല്ലെ. മെറ്റൽ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ലിഗാൻഡുകളെ പറയുന്ന പേരാണ് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. എളുപ്പമായില്ലേ? അതിന്റെ ഡെഫിനേഷൻ ഒന്നും നോക്കാനില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു വേർഡ് ഉണ്ട്, നിങ്ങൾ ആ വേർഡ് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനകത്ത് തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് പഠിക്കാനൊന്നും ഇല്ല. ഇനി അതിന് എക്സാമ്പിൾസ് ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എക്സാമ്പിൾസ് നമ്മൾ നോട്ട് ചെയ്യണം, കാരണം നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അതുകൊണ്ട് അതിനകത്ത് ഏതൊക്കെയാ വരുന്നത് നോക്കിക്കേ. ഫ്ലോറിൻ, ബ്രോമിൻ കണ്ടോ, Cl-Br-, പിന്നെ NH3 അല്ലെ, പിന്നെ H2O, then CO. കാർബണിലാണ്. CO കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബണിലാണ്. അത് മാറിപ്പോരുത് കേട്ടോ. ചില കേസുകളിൽ നമ്മൾ CO എന്ന് എഴുതും. ഇത് കൊബാൾട്ടിനെ കാണിക്കുന്നതാ, വിച്ച് ഈസ് എ സെൻട്രൽ മെറ്റൽ ആറ്റം. ഓക്കെ, ഈ O ശ്രദ്ധിച്ചാൽ മതി. അതായത് ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ O ആണെങ്കിൽ ഇറ്റ് ഡിനോട്ട്സ് കൊബാൾട്ട്, വിച്ച് ഈസ് എ സെൻട്രൽ മെറ്റൽ ആറ്റം. അതേസമയം CO ഇങ്ങനെ രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ലിഗാൻഡ്. ഓക്കെ, ഇതൊരു കാർബണിൽ കോമ്പൗണ്ട് നമ്മൾ പറയുന്നു. സോ ഇത് കാർബണിൽ ഗ്രൂപ്പ് ആണ്, വിച്ച് ഇസ് എ ലിഗാൻഡ്. അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണേ. ചിലവരത് മാറിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഫ്ലോറിൻ, ബ്രോമിൻ, അതുപോലെ NH3, H2O, CO ഒരുപാടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് എളുപ്പമുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തെ ആളാരാ? ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ബൈ എന്നാ പറയുന്നത് കേട്ടോ. ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ പറഞ്ഞേ, നമ്മള് മോണോഡെൻഡേറ്റിന്റെ ഡെഫിനിഷൻ നിങ്ങൾ തന്നെ പറഞ്ഞു, എളുപ്പമാണത് അല്ലെ. അപ്പൊ ബൈഡെൻഡേറ്റ് എന്തായിരിക്കും? അതെ, വെരി ഗുഡ്. അത് തന്നെ. എന്താ പറയുന്നേ? രണ്ട് ഇലക്ട്രോൺ പെയർ, ബൈ മീൻസ് ടൂ ആണ് അല്ലെ. അപ്പൊ രണ്ട് ഇലക്ട്രോൺ പെയറിനെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലെ. ടു ഇലക്ട്രോൺ പെയർസ്, രണ്ടെണ്ണം അല്ല കേട്ടോ, രണ്ട് പെയറാ പറയുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇവരുടെ എക്സാമ്പിൾ നോക്കിക്കേ. എന്താ EN എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വെറുതെ EN എഴുതിയതല്ല, അതിനൊരു എന്തുണ്ട്? അത് അബ്രിവേഷൻ ആട്ടോ EN എന്ന് പറയുന്നത്. എത്തിലീൻ ഡയമീൻ, അതിനെ പറയുന്ന പേരാണ് എന്ത്? EN. ഷോർട്ടാക്കി നമ്മൾ EN ആണ് ഡിനോട്ട് ചെയ്ത് എഴുതുക. നോട്ട് ചെയ്ത് വെക്കണത് എത്തിലീൻ ഡയമീൻ ആണത്. ഓക്കെ, സോ അതിന് സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടില്ല, അതുകൂടെ അറിഞ്ഞിരിക്കണം. ഇൻ കേസ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സാധനം തോന്നരുതല്ലോ. അപ്പൊ നോക്കി, എത്തിലീൻ നമുക്കറിയാം, രണ്ട് C ഉണ്ട് അല്ലെ. രണ്ട് C വന്നു കഴിഞ്ഞാൽ മെത്ത് എത്ത്, അപ്പൊ എത്ത് എന്നായില്ലേ. ഓക്കെ അല്ലേ. ഇനി NH2 ഗ്രൂപ്പിന് നമ്മൾ എന്താ പറയാ? അമീൻ എന്നല്ലേ പറയാ. NH2 ഗ്രൂപ്പിന് അമീൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ രണ്ട് NH2 ഉണ്ടല്ലേ, സോ നമ്മൾ അതിന് എന്ത് പറയും? ഡൈ അമീൻ. ഇനി രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ, എന്താ പറയാ? ഇത്തിലീൻ ഡൈ അമീൻ. ഓക്കെ, അതാണ് EN എന്ന് പറയുന്നത്, ഇത്തിലീൻ ഡൈ അമീൻ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അത് നമുക്ക് എക്സാമ്പിൾ ആണ്. എന്തിന്? ബൈഡെൻഡേറ്റിന്. ഇനി അത് എങ്ങനെ ബൈഡെൻഡേറ്റിന് എക്സാമ്പിൾ ആയാലാണ് അടുത്ത ചോദ്യം വരുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നൈട്രജൻ ആണ് അവിടെ കിടക്കുന്നത് അല്ലെ. നൈട്രജന് എന്തുണ്ട്? അവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. എല്ലാവർക്കും അറിയാലോ, നൈട്രജന് ലോൺ പെയർ ഉണ്ട്. ഇവിടെ ലോൺ പെയർ ഉണ്ട്. അതുപോലെ ഈ നൈട്രജൻ എന്ത് വരുന്നുണ്ട്? ലോൺ പെയർ വരുന്നുണ്ട്. Therefore എന്ത് ചെയ്യും? ഈ നൈട്രജനും ഉണ്ട്, ഈ നൈട്രജനും ഉണ്ട്. ഓരോ പെയർ വീതം, ഇവിടെ നിന്ന് ഒരു പെയറും ഇവിടെ നിന്ന് ഒരു പെയറും എന്ത് ചെയ്യുന്നുണ്ട്? ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ ഹോൾ ടുഗെദർ എത്ര വരും? രണ്ട് ഇലക്ട്രോൺ പെയർ അവിടെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ വരുന്നത്, ബൈഡെൻഡേറ്റിന് എക്സാമ്പിൾ ആയിട്ട്. ഇപ്പൊ പിടികിട്ടിയല്ലോ എന്തുകൊണ്ടാണ് എത്തിലീൻ ഡയമണ്ട് ബൈഡെൻഡേറ്റ് ആയത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഇത്. ആകെ രണ്ട് എക്സാമ്പിളെ നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ടും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ രണ്ടെണ്ണം വരുന്ന സമയത്ത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ആരാ? ഓക്സലേറ്റ് അയോണാണ്. അതിന്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, COO-, അതുപോലെ COO-. ഓക്സിജന്റെ പ്രത്യേകത എന്താ? അവിടെയും എന്തുണ്ട്?
ലോൺ പെയർ ഉണ്ട്, അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് എക്സാമ്പിൾ എത്തിലീൻ ഡയമീനും ഓക്സലേറ്റ് അയോണും ബൈഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നമ്മൾ മോണോഡെൻഡേറ്റ് പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആയ ബൈഡെൻഡേറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെയാ പഠിക്കാൻ പോകുന്നത്, അതാണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഏതാ? പോളിഡെൻഡേറ്റ് കേട്ടോ, പോളി. ഇനി നിങ്ങൾ പറഞ്ഞ അതിന്റെ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞേ, നിങ്ങളെ കൊണ്ട് പറ്റും, വേണ്ട കാര്യമൊന്നുമില്ല. എന്തായിരിക്കും പോളി എന്ന് പറഞ്ഞാൽ? എന്താ പറഞ്ഞേ? പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ടു. യെസ്, വെരി ഗുഡ്. മോർ ദാൻ ടു എന്നൊരു അർത്ഥം വരുന്നതാണ് പോളി എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും പോളിഡെൻഡേറ്റ് ലിഗാൻഡ്? അതെ, എന്ത് തന്നെയാണ്? രണ്ട് ഇലക്ട്രോൺ പെയറിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ ലിഗാൻഡിനെ പറയുന്ന പേരാണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. അത്രയേ ഉള്ളൂ. നമ്മൾ ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു. പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓർ മോർ, ടു ഇല്ല, മോർ ദാൻ ടു എന്നുള്ളതാണ്. വിച്ച് മീൻസ് രണ്ടിനേക്കാളും കൂടുതൽ, മൂന്ന് തൊട്ടാവാം, എത്ര വേണമെങ്കിലും ആവാം, അങ്ങനെ വരുന്ന ലിഗാൻഡുകളെ നമ്മൾ പറയുന്ന പേരാണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്ന് ഒരെണ്ണേ പറയുന്നുള്ളൂ, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് EDTA എന്ന് പറയും. എന്താത്? EDTA. നിങ്ങൾ കേട്ടിട്ടുണ്ടാവത്, കാരണം ടൈട്രേഷൻ എന്നത്, ടൈട്രേഷൻ ഉണ്ടല്ലോ നമ്മുടെ, ഇപ്പൊ ടൈട്രേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പറയുന്നത് EDTA എന്ന് പറയുന്നത്. ഇതും അബ്രിവേഷൻ ആണ്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ EDTA. ശ്രദ്ധിക്കുക, അതിന്റെ പേര് ഞാൻ ഇലാബറേറ്റ് ചെയ്ത് തരാം. E ഫോർ എത്തിലീൻ. E ഫോർ എന്താണ്? എത്തിലീൻ. D ഫോർ ഡൈ അമീൻ. T ഫോർ ടെട്ര. A ഫോർ അസറ്റിക് ആസിഡ്. ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എത്തിലീൻ, എത്തിലീൻ, ഡൈ അമീൻ, ടെട്ര, അസറ്റിക് ആസിഡ്. ഇതാണ് ഇതിന്റെ ഇലാബറേറ്റഡ് ഫോം കേട്ടോ. ഇത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്, ഇതാണ് ഇതിന്റെ ഇലാബറേറ്റഡ് ഫോം. അത് അറിഞ്ഞിരിക്കണം. ഈ ഒരു പേര് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ആ ഒരു ഫോമിൽ എഴുതാവുന്നതേ ഉള്ളൂ. പേര് അറിഞ്ഞു കഴിഞ്ഞാൽ മതി. ഓക്കെ, അതപ്പോ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം എന്താ പറയുന്നത്? എത്തിലീൻ അല്ലേ? എത്തിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാർബൺ ഉണ്ട് പറഞ്ഞേ? എത്ര ഉണ്ട്? ആ, രണ്ടെണ്ണം. കറക്റ്റ് അല്ലെ? മെത്ത എത്ത്. സോ രണ്ടെണ്ണം വരും. സോ നമ്മൾ രണ്ട് കാർബൺ എഴുതി, CH2 ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് എന്താ അവര് പറയുന്നത്? ഡൈ അമീൻ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്കറിയാം അമീൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പാ? NH2 ഗ്രൂപ്പ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഡൈ അമീൻ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ? രണ്ട് അമീൻ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ രണ്ട് NH2 ഗ്രൂപ്പാണ് ശരിക്കും വരേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ N കൊണ്ട് രണ്ടെണ്ണം ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അവിടുത്തെ രണ്ട് H എവിടെ പോയി എന്ന് എന്നോട് ചോദിക്കരുത്. കാരണം നമുക്കറിയാം നൈട്രജന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാ? 3 ആണെന്ന് അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റും അപ്പൊ 3 ബോണ്ടേ പറ്റുള്ളൂ അല്ലേ? 3 ബോണ്ട് മാത്രമേ നൈട്രജന്റെ ചുറ്റും പാടുള്ളൂ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് അവിടുത്തെ H അവിടെ എഴുതാണ്ടിരുന്നുള്ളത്, N മാത്രം എഴുതിയിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ എത്തിലീനായി, ദെൻ ഡൈ അമീനോ ആയി. ഇനി ബാക്കി എന്താ? ടെട്രാ അസറ്റിക് ആസിഡാ അല്ലെ? ടെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 4. അതറിയാമല്ലോ. ഇനി എന്താ പറയുന്നത്? അസറ്റിക് ആസിഡാ, അതായത് 4 അസറ്റിക് ആസിഡ് ഉണ്ട്. അസറ്റിക് ആസിഡിന്റെ ഫോമുല എന്തുവാ? അസറ്റിക് ആസിഡിന്റെ ഫോമുല CH3COOH. ഇതാണ് അസറ്റിക് ആസിഡിന്റെ ഫോമുല എന്ന് പറയുന്നത് അല്ലെ? സോ ഹിയർ നമ്മളെല്ലാം ആ ബാലൻസിയും എല്ലാം കണക്കാക്കുന്ന സമയത്ത് ഓക്കെ, ഇവിടെ എന്ത് വരും? അത് CH2COO മൈനസ്. മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് H+നെ മാറ്റി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് കാര്യമാക്കണ്ട. ഇവിടെ CH2 ആണെന്നുള്ളത് മാത്രം നോട്ട് ചെയ്താൽ മതി. കാരണം അടുത്ത ബാലൻസ് കറക്റ്റ് ആവണ്ടേ. കാർബണിന്റെ ബാലൻസ് എത്രയാ പറഞ്ഞേ? 4. ഇതൊക്കെ അറിയണം. കാരണം ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനാണ് അവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ കാർബണിന്റെ ബാലൻസ് 4 ആയതുകൊണ്ട് അവിടെ CH2 വരും. ഇനി എത്രണ്ണം നമ്മൾ പറഞ്ഞേ? ടെട്രയാ പറഞ്ഞേ. ടെട്ര മീൻസ് 4 എണ്ണം. സോ നമുക്ക് CH2 ഇവിടെ 2, 3, 4 കഴിഞ്ഞു. EDTA ഫോമുല നമ്മൾ എഴുതി കഴിഞ്ഞു, സ്ട്രക്ചർ എഴുതി കഴിഞ്ഞു എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും വേണ്ടു. എന്ത്? അതിന്റെ അബ്രിവേഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. EDTA എന്ന് പറഞ്ഞാൽ എന്താ? എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമ്മള് 3 എണ്ണം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ലിഗാൻഡിന്റെ മോണോഡെൻഡേറ്റ് പറഞ്ഞു, ബൈഡെൻഡേറ്റ് പറഞ്ഞു,
ദെൻ ഇപ്പൊ പറഞ്ഞത് പോളിഡെൻഡേറ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംബിഡെൻഡേറ്റ് ലിഗാൻഡാ. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ഓക്കെ, ആംബിഡെൻഡേറ്റ് നല്ല പേര് അല്ലേ, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. സോ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് they are also called in the മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. മനസ്സിലായോ? അവര് ആംബിഡെൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എന്താണ്, മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. പക്ഷെ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റം അവരുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? അതായത് ഞാനിപ്പോ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ 2 ചോക്ലേറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ചോക്ലേറ്റ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുള്ളൂ, രണ്ടും തരാനായിട്ട് പറ്റില്ല. ആ ഒരു അവസ്ഥ. അങ്ങനെയാണെങ്കിൽ അതിനെ ഞാൻ ആംബിഡെൻഡേറ്റ് എന്ന് വിളിക്കും. പിടികിട്ടിയോ? അതായത് 2 ഇലക്ട്രോൺ പെയർ ഉണ്ട്, അതായത് ഒന്ന് ഒരു ഡോണർ ആറ്റത്തിനേക്കാളും കൂടുതൽ എന്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളെ മാത്രം, അതായത് ഒരു പെയറിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ബാക്കി എന്റെ കയ്യിൽ വെക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അതിന് എന്ത് പറയുന്നത്, മോണോഡെൻഡേറ്റ് എന്ന് പറയാനായിട്ട് കാരണം. മോണോഡെൻഡേറ്റ് എന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, അപ്പൊ അതിന് പറയുന്ന പേരാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ഓർത്തു വെക്കുക, ആംബിഡെൻഡേറ്റ്. ഇയാൾ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് കേട്ടോ, കാരണം നമ്മൾ ഫെർദർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഇയാളുടെ ആവശ്യം ഇനി വരുന്നുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് രണ്ട് ആൾക്കാരെ നമ്മൾ പൊതുവെ പറയാറ്. ഒന്നാമത്തെ NO2 എന്ന് പറയുന്നത്, ഒന്നാമത്തെയാണ് NO2-. ഓക്കെ, ഈ NO2- പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാ? NO2 ഒന്ന് NO2-ഉം ഇതിനെ വേറെ രീതിയിൽ എഴുതുന്നത് ONO. എന്താ? ONO. മനസ്സിലായോ? അങ്ങനെ 2 രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതാണ് ആംബിഡെൻഡേറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഒരു എക്സാമ്പിൾ ഇതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ SCN ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ SNC എന്ന് എഴുതാം. ഐസോസൈനൈഡ് അത്, ഐസോസൈനൈഡും അതുപോലെ ഇത് സൈനൈഡും. ഓക്കെ, അപ്പൊ അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാനായിട്ട് പറ്റും. ഇതാണ് ഈ ആംബിഡെൻഡേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മള് 4 എണ്ണം പറഞ്ഞല്ലേ, ലിഗാൻഡുകളെ കുറിച്ച് ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് വൺ ആയ ചീലേറ്റിംഗ് ലിഗാൻഡ് അല്ലെങ്കിൽ ചീലേറ്റിംഗ് ലിഗാൻഡ്, വോട്ടെവർ എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ചീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചീലേറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് കോംപ്ലക്സ് എന്നുള്ള കാര്യമാണ്. റിംഗ് കോംപ്ലക്സ് അവരെന്താണ്, റിംഗ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതാ ആരുമായിട്ട്, സെൻട്രൽ ആറ്റവുമായിട്ട്. പിടികിട്ടിയോ? സെൻട്രൽ ആറ്റവുമായിട്ട് അവരെന്ത് ഫോം ചെയ്യുന്നുണ്ട്, റിംഗ് കോംപ്ലക്സ് ആണ് അവര് ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ചീലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ പറയാം, ligands which can form ring complexes with central atom. ഞാനിപ്പോ പറഞ്ഞ അതേ കാര്യമല്ലേ, അതിന് ഈസും വാസും ചേർത്തു, അത്രേ ഉള്ളൂ. ligands which can form ring complex with the central atom. അതിനെ പറയുന്ന പേരാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ചീലേറ്റിംഗ് ലിഗാൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെബിലിറ്റി കൂടുതലാണെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. പ്രസൻസ് ഓഫ് ദീസ് ലിഗാൻഡ് ഷോസ് എന്താ, ഹൈ സ്റ്റെബിലിറ്റി. മനസ്സിലാക്കുക. പൊതുവെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോർ ദാൻ 1 ഡോണർ ആറ്റം ഉള്ള ആൾക്കാരായിരിക്കും. അതുകൂടെ ഓർത്ത് വയ്ക്കുക. ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റം ഉള്ള ആൾക്കാരായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, C2O4 2-. ആരത്? പേര് പറഞ്ഞു, എന്ത് ഇയാളുടെ പേരെന്താ? C2O4 2-. നമ്മൾ ഓൾറെഡി പഠിച്ചതാ. ആരത്? യെസ്, അത് തന്നെ, ഓക്സലേറ്റ് അല്ലെ, ഓക്സലേറ്റ് ആണോ. പിന്നെ ഏതാ അടുത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ EDTA ഉണ്ടല്ലോ, ശരി, അപ്പോഴേ നമ്മൾ പഠിച്ചില്ലേ EDTA, അയാളും കൂടെ ഉണ്ട്. അയാളും എക്സാമ്പിൾ ആണ് കേട്ടോ, EDTA. എന്താ ഇതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ? EDTA ഫുൾ ഫോം എന്താ? അത് തന്നെ, എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ലിഗാൻസ്, ടൈപ്സ് ഓഫ് ലിഗാൻസിൽ വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണോ ആരെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത്. ഒന്നാമത്തെ മോണോഡെൻഡേറ്റ് നമ്മൾ പറഞ്ഞു, രണ്ടാമത് ആരെയാ പറഞ്ഞേ, ബൈഡെൻഡേറ്റ് പറഞ്ഞു, മൂന്നാമത് പോളിഡെൻഡേറ്റ് പറഞ്ഞു, അതുപോലെ നാലാമത് ആംബിഡെൻഡേറ്റ് പറഞ്ഞു, ദെൻ ചീലേറ്റിംഗ് ലിഗാൻഡ്. നമ്മൾ ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എളുപ്പമല്ലേ, കുഴപ്പമില്ലല്ലോ അല്ലേ, അത്രേ ഉള്ളൂ, എളുപ്പമാണ്. നമ്മള് ഒരുപാട് സ്ട്രെസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം ബുദ്ധിമുട്ടായി തോന്നുക. ജസ്റ്റ് സിമ്പിൾ സാധനമാണ്, കൂടുതലായിട്ട് ഒന്നും പഠിക്കാനില്ല. ഇൻട്രൊഡക്ഷൻ ഇസ് വെരി 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 ഈസി. നമ്മൾ ആ ഒരു
മാനറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് നമ്മുടെ ബ്രെയിനിൽ തന്നെ നിൽക്കും. അത് ഒരുപാട് സ്ട്രെസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മേ ബി അത് മറന്നു പോകും. നമ്മൾ കാണാപ്പാഠം പഠിക്കണ്ട, മനസ്സിലാക്കി പഠിക്കും കേട്ടോ. നമ്മൾ എപ്പോഴും കഷ്ടപ്പെട്ട് പഠിക്കരുത്, ഇഷ്ടപ്പെട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് മൈൻഡിൽ നിൽക്കുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ടെർമിനോളജി പഠിക്കാൻ പോകുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി. ഓക്കെ, വാട്ട് ഇസ് ഡെൻസിറ്റി എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒന്നുമില്ല, നമ്മൾ ലിഗാൻഡ് എന്ന് പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ ഈ ലിഗാൻഡുകൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ ആര് എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ എത്ര ലിഗാൻഡ്, ഓക്കെ, അല്ലെങ്കിൽ എത്ര ഡോണർ ആറ്റംസ് സെൻട്രൽ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതിന്റെ എണ്ണമാണ്. പിടി കിട്ടിയോ? എത്ര ഡോണർ ആറ്റംസ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്നു എന്നതിന്റെ എണ്ണമാണ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ നോക്കിയേ, യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. യൂണിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? വൺ ഡോണർ ആറ്റത്തിനെയാണ്, ഐ മീൻ വൺ ഇലക്ട്രോൺ പെയറിനെയാണ് ഡൊണേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ യൂണിഡെൻഡേറ്റ് ലിഗാൻഡിന്റെ ഡെൻസിറ്റി എത്രയായിരിക്കും? 1, ഓഫ് കോഴ്സ് 1 അല്ലേ. അതിനകത്ത് ആലോചിക്കാനൊന്നുമില്ല, ഓഫ് കോഴ്സ് 1 ആ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡിന്റെ കേസ് പറഞ്ഞ എത്രയാ വരിക? 2 അല്ലേ. 2 ബൈ മീൻസ് 2, 2 ഇലക്ട്രോൺ പെയറിനെ അവർ ഡൊണേറ്റ് ചെയ്യുന്നു, വിച്ച് മീൻസ് 2. നെക്സ്റ്റ് ട്രൈഡെൻഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. ഹെക്സാഡെൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരും? 6 വരും. അതൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ EDTA ഉണ്ടല്ലോ, EDTA ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആട്ടോ. EDTA എന്താ വരുന്നത്? ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. അതെങ്ങനെയാണ് ഈ ഹെക്സാഡെൻഡേറ്റ് ആയെന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതിന്റെ ഫോർമുല ഓർമ്മയില്ലേ EDTA-യുടെ? EDTA-യുടെ ഫോർമുല ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് എന്ത് വേണം? ഹെക്സാഡെൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് പറഞ്ഞേ, എന്താ ഹെക്സാഡെൻഡേറ്റ്? അത് തന്നെ, 6 ഇലക്ട്രോൺ പെയറിനെ അവിടെ എന്ത് ചെയ്യണം? ഡൊണേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ 6 അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഹെക്സാഡെൻഡേറ്റ് നമുക്ക് അതിനെ വിളിക്കാം. അപ്പൊ എവിടെയാണ് ഈ 6 വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് ഇവിടെ നൈട്രജൻ അറിയാമല്ലോ. സോ 1, 2 രണ്ടെണ്ണമായില്ലേ. പിന്നെ ഇവിടെ ഓക്സിജൻ കിടപ്പില്ലേ? 3, 4, 5, 6. ഇതാണ് 6 സൈറ്റുകൾ. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇതാണ് 6 സൈറ്റുകൾ. അതുകൊണ്ട് തന്നെ EDTA എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെക്സാഡെൻഡേറ്റ് ആണ്. ഓർത്ത് വെക്കുക. ഓക്കെ, EDTA is an example for hexadentate ligand. അത്രേ. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? ഡെൻസിറ്റിയുടെ വാല്യൂ അല്ലേ. ഡെൻസിറ്റി ഈസി അല്ലേ. അതിനകത്തൊന്നും എക്സ്ട്രാ പഠിക്കാനൊന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ. ലിഗാൻഡ് അല്ലെങ്കിൽ എത്ര ഡോണർ ഇലക്ട്രോൺ പെയർസ് അവിടെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ എണ്ണമാണ്, നമ്പറാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ആണ് കോർഡിനേഷൻ നമ്പർ. പൊതുവെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു നമ്മൾ നമ്പറാണ്, പക്ഷെ ഒന്നുമില്ല, വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് അറ്റാച്ച്ഡ് ടു ദ മെറ്റൽ. അപ്പൊ അങ്ങനൊന്നും നോക്കണ്ട, നിങ്ങൾ നോക്കിക്കേ, ഞാൻ എക്സാം വെച്ച് പറഞ്ഞുതരാം. ഡെഫിനേഷൻ നോക്കുമ്പോൾ നമുക്ക് വേറെ തോന്നും, അത്രയൊന്നും ഇല്ല. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഇതിനകത്ത് കോർഡിനേഷൻ നമ്പർ എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ ഓൾറെഡി അതിനകത്ത് ഉത്തരം എഴുതിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ നോക്കണ്ട, ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. K4FeCN6 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം? അത് നിങ്ങൾ പറഞ്ഞു. അതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. നമ്മൾ ഓൾറെഡി ടെർമിനോളജീസ് പഠിച്ചു കഴിഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ഇതിൽ പറഞ്ഞേ, ആരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം? ഇപ്പൊ ഞാൻ റൗണ്ട് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടിൽ ആരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം? പറഞ്ഞേ. ഡൗട്ട് വരുന്നുണ്ട് അല്ലെ, ചിലവർക്ക് ഡൗട്ട് വരുന്നുണ്ട്. മെറ്റൽ എന്ന് പറഞ്ഞത് കൊണ്ട് Fe ആണോ ഇനിയിപ്പോ K ആണോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. K എന്ന് പറഞ്ഞാൽ ആരാത്? പൊട്ടാസ്യം അല്ലെ. അപ്പൊ അത് മെറ്റലാണ്. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം അത് ആരാണ് എന്നുള്ളൊരു ഡൗട്ട് വരുന്നുണ്ട് അല്ലെ. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, K എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ട്? 4 ഇവിടെ അല്ലെ. അപ്പൊ അത് സെന്ററിൽ നിൽക്കുമോ? അത് ഒരിക്കലും നിൽക്കില്ലല്ലോ. 4 അല്ലേ. അപ്പൊ അത് ചിലപ്പോ 4 പൊസിഷനിലല്ലേ അത് നിൽക്കുക. ഒരിക്കലും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ K ആവോ അത്? ഇല്ല. ഓക്കെ, K ഒരിക്കലും സെൻട്രൽ മെറ്റൽ ആറ്റം ആവില്ല. ആരാണ് ഇവിടെ ആവുക? ഓൺലി പോസിബിലിറ്റീസ്
Fe ആണ് അവിടുത്തെ സെൻട്രൽ ആയിട്ട് നിൽക്കുക. അത് ഓർത്ത് വെക്കുക കേട്ടോ. Fe മാത്രമേ അവിടെ എന്തായിട്ട് നിൽക്കുള്ളൂ, സെൻട്രൽ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതായത് ലിഗാൻഡ് ആരായിട്ടാണോ ലിങ്ക് ചെയ്യുന്നത് അവരാണ് അവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ മാത്രം കാണുന്നതല്ലേ. വിച്ച് മീൻസ് എന്താ, അവിടെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ. ആ മെറ്റല് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് Fe ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ കോർഡിനേഷൻ നമ്പറാ. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലിഗാൻഡിന്റെ എണ്ണം നോക്കിയാൽ മതി. കിട്ടിയോ? ലിഗാൻഡിന്റെ എണ്ണം നോക്കുക. ഇവിടുത്തെ ലിഗാൻഡിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങള് എന്താ വരിക, എത്ര ഉണ്ട്? ആരും ഇവിടുത്തെ ലിഗാൻഡ് ആരാന്ന് പറഞ്ഞു? സെൻട്രൽ മെറ്റൽ ആറ്റം Fe ആന്ന് പറഞ്ഞു അല്ലെ. Fe ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറഞ്ഞു. ലിഗാൻഡ് ആരാ വരിക? അത് തന്നെ Cn ആണ് അവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത്. എത്ര ഉണ്ട് അവിടെ? Cn 6. അത്രയേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാ? 6. കോർഡിനേഷൻ നമ്പർ 6. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. അതായത് Cr ക്രോമിയത്തിന്റെ അല്ലെ. Cr C2O4. ആര് C2O4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ലിഗാൻഡിന്റെ പേരെന്ന് പറഞ്ഞേ? ഓക്സലേറ്റ്. വെരി ഗുഡ്. സോ Cr C2O4 6 ടൈംസ് ആണ്. സോ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാ? 6. ഓക്കെ. അടുത്തത് നോക്കിക്കേ. ആരാ? NiCO 4 ടൈംസ്. ഇവിടുത്തെ ആരാ? CO എന്ന് പറഞ്ഞ ആരാ? കോബാൾട്ട് ആണോ? അല്ല, കാർബണിലാണ് അല്ലെ. കാർബണിൽ ഗ്രൂപ്പ് ആണ്. യെസ്. സോ ഇവിടെ എത്ര ഉണ്ട്? 4 ലിഗാൻഡ് ഉണ്ട്. സോ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്ന ആരാ? എത്രയാ? 4. എളുപ്പമല്ലേ ഇത്? കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എളുപ്പമാണ്, ഒന്നുമില്ല. ലിഗാൻഡിന്റെ നമ്പർ മാത്രം നോക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ടേം ആണ് കോർഡിനേഷൻ പോളിഹെഡ്രൽ എന്ന് പറയുന്നത്. അതൊന്നുമില്ല, നമ്മളിപ്പോ പറഞ്ഞു ലിഗാൻഡ് ഉണ്ട്, മെറ്റൽ ഉണ്ട് അല്ലെ. ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതാൻ നേരത്തെ ഇങ്ങനെ ഒരു ലൈനിൽ എഴുതിപ്പോയി. പക്ഷെ അവർക്ക് എന്തുണ്ട്? കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് അവർക്ക് അല്ലെ. അതുപോലെ അറേഞ്ച്മെന്റും സ്ട്രക്ചർ എല്ലാം അവർക്ക് ഉണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ പറയണ ലിഗാൻഡും അല്ല അതുപോലെ തന്നെ സെൻട്രൽ ആറ്റം എല്ലാം കറക്റ്റ് ആയിട്ടൊരു അറേഞ്ച്മെന്റ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. സോ അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ്, സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, അതായത് അറേഞ്ച്മെന്റ് ഇൻ സ്പേസ്, അതിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ പോളിഹൈഡ്രൽ എന്ന് പറയുന്നത്. ഓക്കെ. ഈ അറേഞ്ച്മെന്റ് എന്ത് വേണമെങ്കിലും ആവാം അല്ലെ. അതിന് നമ്മളിപ്പോ പഠിക്കണം, നമ്മളിപ്പോ BB തിയറിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ബോണ്ട്, വാലൻസ് ബോണ്ട് തിയറിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറെ അധികം സ്ട്രക്ചറുകൾ. ടെട്രാഹൈഡ്രൽ അല്ലെ, ഒക്ടാഹൈഡ്രൽ, സ്ക്വയർ പ്ലാനാർ, അങ്ങനെയെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്താവാം? അറേഞ്ച്മെന്റ്സ് എങ്ങനെ വേണമെങ്കിലും ആവാം. ടെട്രാഹൈഡ്രലോ ഒക്ടാഹൈഡ്രലോ സ്ക്വയർ പ്ലാനറോ എങ്ങനെ വേണമെങ്കിലും ആവാം. ജസ്റ്റ് മനസ്സിലാക്കി. ഇനി അടുത്ത വരുന്ന ഒരു ടേം ആണ് ഹോമോലിപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്താ ഈ ഹോമോ? ഞാൻ ചോദിക്കട്ടെ, ഹോമോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം. മനസ്സിലാക്കുക. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? അത് സെയിം എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ് ഹോമോ എന്ന് നമ്മൾ പറയുക. അതേപോലെ ഹീറ്ററോ ആണെങ്കിലോ ഡിഫറൻസ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യമായി, വേറെ ഒന്നും നോക്കണ്ട. ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എന്നുള്ളൊരു അർത്ഥമാണ്. സോ ഇവിടെ ആരാ സെയിം എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ആരാ സെയിം? ഇവിടെ ഇപ്പോ സെൻട്രൽ മെറ്റൽ ആറ്റം ഒരെണ്ണം ഉള്ളൂ നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവിടെ മാറാനുള്ള ചാൻസ് ആരാ? ലിഗാൻഡുകളാ അല്ലെ. ലിഗാൻഡുകളുടെ എണ്ണമാണ് അല്ലെ. സോ ലിഗാൻഡുകൾ ഒരേതാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഒരേ ടൈപ്പ് ലിഗാൻഡ് ആണ് അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് നമ്മൾ പറയും. എന്ത് പറയും? ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നോക്കിക്കേ. ആരാ അവിടെ? CONH3 6 ടൈംസ്. CONH3 6 ടൈംസ് 2+ എന്നാണ് എടുക്കുന്നത്. ഇതിനകത്ത് ആരാ ലിഗാൻഡ് പറഞ്ഞത്? സെൻട്രൽ മെറ്റൽ ആറ്റം ആരാ? CO ആണ്. എന്താ അതിന്റെ പേര്? കോബാൾട്ട്. ഇതിന്റെ ലിഗാൻഡ് ആരാ? NH3. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തല്ലോ. അത് ഐഡന്റിഫൈ ചെയ്തല്ലോ. ഓക്കെ. ഇനി ഇതിൽ എന്താ പറയുന്നത്? ലിഗാൻഡുകൾ ഇവിടെ ആരെ മാത്രമേ ഉള്ളൂ? NH3 മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് അവിടെ 6 ലിഗാൻഡ് ഉണ്ട്. ഈ പറയുന്ന 6 ലിഗാൻഡ് ആര് തന്നെയാണ്? NH3 തന്നെയാണ്. 6 ലിഗാൻഡ് ആര് തന്നെയാണ്? NH3. എല്ലാവരെയും NH3 ആണ് ഇടുന്നത് അല്ലെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. തെറ്റല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആള് വരും അപ്പൊ തന്നെ അല്ലെ. അടുത്ത ആള് വരും. ആരായിരിക്കും അത്? ഹോമോ കഴിഞ്ഞ ആരാത്? ഹീറ്ററോ. അത് തന്നെ, ഹീറ്ററോ. ഹീറ്ററോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ? ഡിഫറൻസ് അല്ലെ. ഇനി ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. എന്താ പറയുന്നത്? PT NH3 twice Cl2.
അല്ലേ? ഇതിനകത്ത് ആരാ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞേ? ആരാ? അത് തന്നെ PT. എന്താ PT പറഞ്ഞു കഴിഞ്ഞാല്? PT പീരീഡ് അല്ല. PT എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാറ്റിനം. ഓക്കെ, പ്ലാറ്റിനം കേട്ടോ. ഇനി ഇതിനകത്ത് ലിഗാൻഡുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞേ? ഡൗട്ട് വരണ്ട, രണ്ടുപേരും ലിഗാൻഡ് തന്നെയാണ്. ആരൊക്കെയാ? ഒന്ന് NH3, രണ്ടാമത്തത് ആരാ? Cl അല്ലേ? Cl2 മീൻസ് രണ്ടെണ്ണം ഉണ്ടെന്ന്. ഓക്കെ, NH3യും Cl ഉം, അങ്ങനെ രണ്ടുപേരാണ് എന്ത് വരുന്നത്? ലിഗാൻഡ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ എന്ത് ആർ ഡിഫറെന്റ് അല്ലെ? ഒരിക്കലും അത് സെയിം അല്ല. ലിഗാൻസ് ആർ ഡിഫറെന്റ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാല് അങ്ങനെയുള്ള കോംപ്ലക്സുകളെ പറയുന്ന പേരാണ് ഹീറ്ററോലിറ്റിക് കോംപ്ലക്സ്. ഏതാണ്? ഹീറ്ററോലിറ്റിക് കോംപ്ലക്സ്. ഇത് കിട്ടിയല്ലോ. ഹോമോലിറ്റിക് കോംപ്ലക്സ് എന്ന് മനസ്സിലായി, ഹീറ്ററോലിറ്റിക് കോംപ്ലക്സ് എന്ന് മനസ്സിലായി. എളുപ്പമല്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ടേം ആണ് ഡബിൾ സോൾട്ട് കേട്ടോ. ഏതാണ്? ഡബിൾ സോൾട്ട്. അത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ അങ്ങ് പഠിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. സോൾട്ട് ദാറ്റ് കീപ്സ് ഇറ്റ്സ് ഐഡന്റിറ്റി ഓൺ ഇറ്റ്സ് സോൾട്ട് സ്റ്റേറ്റ്. ഓക്കെ, അതായത് സോൾട്ട് സ്റ്റേറ്റിൽ മാത്രമേ അതിന്റെ ഐഡന്റിറ്റി നമുക്ക് ആ സോൾട്ടിന്റെ കാണാനായിട്ട് പറ്റുള്ളൂ. അതായത് അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. അതേസമയം സൊല്യൂഷൻ സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയർ മാറും. എന്തുകൊണ്ടത്? ബിക്കോസ് ഇറ്റ് വിൽ ഗെറ്റ് ഡിസോസിയേറ്റഡ്. ഓക്കെ, അത് ഡിസോസിയേറ്റ് ചെയ്ത് അതിന്റെ കമ്പോണന്റ് ആയിട്ടുള്ള അയോണുകളായിട്ട് അവർ മാറും. അതുകൊണ്ട് തന്നെ അതിന്റെ ബിഹേവിയറിൽ ഇവിടെ ചേഞ്ച് വരും സൊല്യൂഷൻ സ്റ്റേറ്റിൽ. ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന സോൾട്ടുകളാണ് എന്ത്? ഡബിൾ സോൾട്ട് എന്ന് കേട്ടോ. അതിന് എക്സാമ്പിൾ ആണ് മോർ സോൾട്ട് എന്ന് പറയും. മോർ സോൾട്ട് കേട്ടോ. ഓക്കെ, മോർ സോൾട്ട് ആണ് ഒരു എക്സാമ്പിൾ. ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ് അതിന്റെ മോർ സോൾട്ടിന്റെ കെമിക്കൽ നെയിം കേട്ടോ. ഫെറസ് അമോണിയം സൾഫേറ്റ് നമ്മൾ പറയാം. പിന്നെ പൊട്ടാഷ് ആലം എന്ന് പറയും. പൊട്ടാഷ് ആലം വലിയ വലിയ ഇക്വേഷൻസ് വരുന്നുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ എക്സാമ്പിൾസ്. അതുപോലെ എന്താണ് ഈ പറയുന്ന ഡബിൾ സോൾട്ട് എന്നത്. പിന്നെ വരുന്നത് കാർണലൈറ്റ് ആണ്. അത് പൊട്ടാസ്യത്തിന്റെ ഒരു ഓറ കേട്ടോ, കാർണലൈറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് ഡബിൾ സോൾട്ടിന് എക്സാമ്പിൾ ആയിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കോംപ്ലക്സ് സോൾട്ട് ആണ്. ഏതാണ്? കോംപ്ലക്സ് സോൾട്ട്. ഓക്കെ, എന്താ പറയുന്നത്? ഡബിൾ സോൾട്ടും കോംപ്ലക്സ് സോൾട്ടും ഒരുമിച്ച് പഠിക്കുക കേട്ടോ, എന്നാൽ മാത്രമേ നമുക്കത് അങ്ങ് മനസ്സിലാവും. സോ കോംപ്ലക്സ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ സോൾട്ട് വിച്ച് its identity both in solid and solution. അതിപ്പോ സോളിഡ് ആയിക്കോട്ടെ അല്ല വെച്ചാൽ സൊല്യൂഷൻ സ്റ്റേറ്റ് ആയിക്കോട്ടെ, രണ്ട് സ്റ്റേറ്റ് ആണെങ്കിലും അതിന്റെ ഐഡന്റിറ്റി അത് എന്ത് ചെയ്യും? കീപ്പ് ചെയ്യും. ഒരിക്കലും അത് എന്ത് ചെയ്യില്ല? ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസ് ആയിട്ട് മാറില്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇതിന്റെ കോംപ്ലക്സ് സോൾട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു. ഓക്കെ അല്ലേ? നമ്മുടെ ടെർമിനോളജീസ് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ആ ഒരു സെക്കൻഡ് പാർട്ടിലേക്കാണ് കിടക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ ഒരു സെക്കൻഡ് പാർട്ട് തന്നെ വേണമെങ്കിൽ പറയാം, അതിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തിയറി ഒക്കെ ഉണ്ട് അതിനകത്ത് പഠിക്കാനായിട്ട്, നമ്മൾ ലാസ്റ്റിലേക്ക് എടുത്തു വെച്ചേക്കാണ്. ബിക്കോസ് നമുക്ക് ടേംസ് അറിയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടേംസ് ആദ്യം തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തിയത്. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ സാധാരണ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? സാധാരണ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ്, ചില വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയും. കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ഓക്സിഡേഷൻ നമ്പർ. സോ അതിന് മുന്നായിട്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ ലിഗാൻഡുകൾ, കുറച്ചധികം ലിഗാൻഡുകൾ ഉണ്ട്, അവരുടെ ഓക്സിഡേഷൻ നമ്പർ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഓക്സിഡേഷൻ നമ്പറുകളാണ്, ലിഗാൻഡുകളാണ്. അവരുടെ ഓക്സിഡേഷൻ നമ്പർ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. EN. എന്താ EN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറഞ്ഞേ. EN ഇഥിലീൻ ഡയമീൻ. വെരി ഗുഡ്, ഇഥിലീൻ ഡയമീൻ അല്ലെ? ഈ EN എന്ന് പറയുന്നത് ഏത് ഡെൻഡേറ്റ് ആണ്? ഏത് ഡെൻഡേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണ്? ഏതാ? പോളിയാണോ? ആണോ? അല്ല, ബൈ. യെസ്, അത് തന്നെ, ബൈ ഡെൻഡേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണിത് അല്ലെ? എത്തിലീൻ ഡയമീൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ എത്തിലീൻ ഡയമീൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലിഗാൻഡിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് NH3.
NH3 എന്ന് പറയും, അതുപോലെ H2O, CO, ഇവരെല്ലാം ന്യൂട്രൽ ആട്ടോ. ഓർത്ത് വെക്കുക, ഇവരെല്ലാം എന്താ, ന്യൂട്രൽ ആണ്. ഇവരുടെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഏതാ? ഫ്ലോറിൻ, Cl, Cn, OH. ഇതിന് 3 പേരുടെ -1 ആണ് ചാർജ് വരുന്നത്. Cl വരുന്നുണ്ട്, Cn വരുന്നുണ്ട്, OH. അതുപോലെ C2O4 വരുന്ന സമയത്ത് അവരുടെ എത്ര വരുന്ന -2 ആണ് വരുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. അതായത് ലിഗാൻഡുകൾ ഉപയോഗിക്കുന്ന കോമൺ ലിഗാൻഡ് ആണിത്. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അതിന്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. എങ്ങനെ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കുന്നത് നോക്കാം. ആസ് യൂഷ്വൽ തന്നെയാണ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പൊ നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഓക്കെ, എക്സാമ്പിൾ, ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് NiCO4 ടൈംസ്. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പൊ ഇതിനകത്ത് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് മെറ്റൽ ആറ്റത്തിന്റെയാണ്. ആരുടെ? മെറ്റൽ ആറ്റം. ഏത് മെറ്റൽ ആറ്റം? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെയാണ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുക. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെയാണ് എപ്പോഴും കണ്ടുപിടിക്കുക. സോ ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സിയോന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 0 ആയിരുന്നു അല്ലെ? 0 ആയിരുന്നു സിയോന്റെ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ മേലെ 0 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് ആരാ? NI ആണ് അല്ലേ? കണ്ടുപിടിക്കുന്നത് ആരുടെയാണ്? NI ആണ്. സോ നമ്മളവിടെ പൊതുവെ എന്താ കൊടുക്കുക? X. അങ്ങനെയല്ലേ കൊടുക്കുന്നത്? സോ ഇത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാ വരിക? നമുക്കറിയാം, ടോട്ടൽ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ കോമ്പൗണ്ട് ഷുഡ് ബി ഈക്വൽ ടു എത്ര? 0 അല്ലെ? ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 0 ആയിരിക്കണം നമുക്കറിയാം. സോ ആസ് പെർ ദാറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, X പ്ലസ് 0 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 0. സിമ്പിൾ. ഓക്കെ. ഓക്കെ, നമ്മുടെ NI, അതായത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് NI എന്ന് പറയുന്നത് എത്രയാ? 0. ഡൗട്ട് വരരുത്, ഇനിയിപ്പോ 0 ആണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ഇതിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് നമുക്ക് നെയിമിംഗ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. സോ ടെട്രാ കാർബണിക് നിക്കൽ ആണിത്. ഇത് വരുന്ന സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 0 തന്നെയാണ് കേട്ടോ. നിക്കലിന്റെ എത്രയാ വരുന്നത്? 0. അത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഓരോന്നായി ചെയ്ത് നോക്കാം, എന്നാൽ മാത്രമേ നമുക്ക് അതിനെ മനസ്സിലാവുള്ളൂ കേട്ടോ. രണ്ടാമത്തെ എക്സാമ്പിൾ ഇടുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എഴുതാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, K4 കോർഡിനേഷൻ സ്ഫിയർ ഓപ്പൺ ചെയ്യുക. FeCN 6 ടൈംസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. ഡൗട്ട് വരുന്നുണ്ടാവും അല്ലേ? കാരണം പുറമെ അവിടെ ഒരു പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് വരാം, തീർച്ചയായിട്ടും ഡൗട്ട് വരാം. അപ്പൊ നമുക്കറിയാം പൊട്ടാസ്യത്തിന്റെ എത്രയാ? നമുക്ക് അറിയുന്നതല്ലേ. പൊട്ടാസ്യത്തിന്റെ എത്രയാ വരുന്നത്? +1 ആണ് വരിക അല്ലെ? പൊട്ടാസ്യത്തിന്റെ +1 ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ 4 പൊട്ടാസ്യം ഉണ്ടല്ലേ. സോ ഇവിടെ ചാർജ് എന്തോ വരും? +4 വരും അല്ലെ? മേലെ +4 എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ. മേലെ +4 ഉണ്ട്. നമ്മൾ പറഞ്ഞു CNന്റെ എത്രയാ വരിക? ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നു അല്ലെ? ആ ഒരു ലിസ്റ്റ് പറഞ്ഞിരുന്നു. അതിനകത്ത് CN ഉണ്ട്, സയനൈഡ് അല്ലെ? സോ അത് -1 ആണ് വരും. ഓക്കെ അല്ലേ? CNന്റെ -1 ആണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞത് ടോട്ടൽ സം എന്ന് പറയുന്നത് 0 ആയിരിക്കണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ പൊട്ടാസ്യത്തിന്റെ +4 ആണെങ്കിൽ ഇയാള് ഫുൾ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അയാളുടെ എത്ര വരും പറഞ്ഞേ? യെസ്, -4. അങ്ങനെയാണെങ്കിൽ അല്ലേ അത് 0 ആവുള്ളൂ. +4 -4 കൂടെ ചേർന്ന് 0 ആവുള്ളൂ. ഓക്കെ അല്ലേ? ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ. കൺഫ്യൂഷൻ വരണ്ട. നമുക്ക് 0 ആണ് ടോട്ടൽ വരേണ്ടത്. ഓക്കെ, ഇതൊരു കോർഡിനേഷൻ സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒരെണ്ണമായിട്ട് കൺസിഡർ ചെയ്യുക. Fe വേറെ CN വേറെ ആയിട്ട് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് അവിടെ -4 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് Feന്റെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. Feക്ക് എന്ത് കൊടുക്കാം? X കൊടുക്കാം. Feക്ക് X കൊടുക്കാം, കാരണം X ആണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. സോ എങ്ങനെ വരിക? X പ്ലസ്
എന്ത് വരും പറഞ്ഞ എക്സ് പ്ലസ് -1 ഒരു CNന്റെ -1 ആണ്. അങ്ങനെയാണെങ്കിൽ 6 CNന്റെ എത്ര വരും? -6. ദാറ്റ്സ് ഓൾ അല്ലേ? -6 ഈക്വൽ ടു -4. ടോട്ടൽ ചാർജ് ഇവിടെ -4 ആണ്. അത് ഓർത്ത് വെക്കണം. 0 എന്ന് എഴുതരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ എങ്ങനെ ഒരു ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു -4 പ്ലസ് 6. ഓക്കെ അല്ലേ? therefore എത്ര വരും ആൻസർ? +2. ആൻസർ എത്ര വരുന്നത്? അല്ലേ? എളുപ്പമല്ലേ? എത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ നമ്പേഴ്സ് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. എളുപ്പമാണ്. എത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി അതേപോലെ ഒരെണ്ണം കൂടെ തരാനാണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാക്സിമം കമന്റ് ചെയ്യാൻ നോക്കുക അതിന്റെ ആൻസർ കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് അത് കിട്ടില്ല. ഓക്കെ. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എത്ര അറിയുന്ന ആളാണെങ്കിലും ജസ്റ്റ് ഒരു പ്രാക്ടീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. സോറി, ഇത് തന്നെയാണ് നമ്മൾ എഴുതിയത് അല്ലേ? ഇപ്പൊ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് K3 എന്നുള്ളതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് നോക്കിക്കോളൂ. ഒന്നുകൂടെ എഴുതരാം. അതുകൂടെ ചെയ്തോളൂ എന്നാണ് കേട്ടോ. CONH3 6 times Cl3. ഓക്കെ. ഒന്ന് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് എന്ത് ചെയ്യുക? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളൊരു പോർഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നോക്കൂ, ഞാനൊരു 3 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 3 എക്സാമ്പിളിന്റെ കേസ് ഞാൻ എന്തിനാ കൊടുത്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹോമോലിറ്റിക് കോംപ്ലക്സ് അതുപോലെ ഹീറ്റോലിറ്റിക് കോംപ്ലക്സ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇത് മൂന്നും ഏത് കോംപ്ലക്സിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു തരും. ഹോമോലിറ്റിക് ആണോ ഹീറ്റോലിറ്റിക് ആണോ എന്നുള്ളത്? ഏതാ പറഞ്ഞേ? ഹോമോ ആണോ ഹീറ്റർ ആണോ? യെസ്, അത് തന്നെ, ഹീറ്ററോ ആണ് കേട്ടത്. ബിക്കോസ് എന്താ, ഈ 3 എക്സാമ്പിൾസിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്? മോർ ദാൻ 1 ലിഗാൻഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? ഒന്നിൽ കൂടുതൽ ലിഗാൻഡുകൾ ഇവിടെ ഉണ്ട്. വിച്ച് മീൻസ് എന്താണ്? ഡിഫറെന്റ് എന്നുള്ളൊരു ഇതിലാണ് വരുന്നത് അല്ലെ? ഡിഫറെന്റ് മീൻസ് ഏതായത്? ഹീറ്ററോ ആണ്. ഓക്കെ, ഹീറ്ററോലെപ്റ്റിക് കോംപ്ലക്സിന് എക്സാമ്പിൾ ആണ് ഈ 3 ആൾക്കാർ കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ചധികം കോമ്പൗണ്ടുകൾ ഉണ്ട്. ഈ കോമ്പൗണ്ടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് നോക്കാം? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. എല്ലാം നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് റാൻഡം ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരുള്ളൂ. കാരണം ഓരോ കോമ്പൗണ്ട് ഓരോന്നാണ് അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ആണ്. സോ നമുക്ക് ഡൗട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം ന്യൂ ഇൻട്രൊഡക്ഷൻ പോർഷൻസ്, ന്യൂ ടേംസിന്റെ ആ ഒരു പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെയിമിംഗ് ആണ്. അപ്പൊ നെയിമിങ്ങിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ മാത്രമാണ് ഞാൻ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി അതിന്റെ അപ്ഡേറ്റഡ് ഫോം എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. നെയിമിംഗ് പൊതുവെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നെയിമിംഗിന്റെ നൊമൻക്ലേച്ചർ ആണ് പറഞ്ഞു തരുന്നത്. നെയിമിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് നൊമൻക്ലേച്ചർ ആണ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഞാനിപ്പോ പറയുന്നത് കേട്ടോ. സോ അതിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതിത്തരാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, കുറച്ച് ആൾക്കാരുടെ പേരാണ്, വേറെ ഒന്നുമല്ല. NH3. ആരെ NH3 എന്ന് പറഞ്ഞാൽ എന്താ? യാ, അമീനാണ്.
അറിയാമല്ലോ NH3 പക്ഷെ നമ്മൾ ഇവിടെ പേരിടുന്ന സമയത്ത് nomenclature ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് വരുന്നത് കേട്ടോ. nomenclature ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. സോ പേരിടുന്ന സമയത്ത് ഇതിന്റെ പേര് ഇങ്ങനെയാണ്. വെറും അമീൻ AMINE അല്ല, AMMINE എന്ന പേരിലാണ് നമുക്കതിന് വരിക കേട്ടോ. AMMINE. ഓക്കെ, നെക്സ്റ്റ് ആണ് OH മൈനസ്. ആരോ OH മൈനസ് അറിയാലോ നിങ്ങൾക്ക്. ഹൈഡ്രോക്സൈഡ് നമ്മൾ പറയില്ലേ സാധാരണ. പക്ഷെ നമ്മളിവിടെ നെയിം ചെയ്യുന്ന സമയത്ത് നമ്മളതിന്റെ പേര് ഇങ്ങനെയാണ്, ഹൈഡ്രോക്സിഡോ. ആരാ? ഹൈഡ്രോക്സിഡോ. ഒരു ഇഡോ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഇഡോ ചേർത്തിട്ടുണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അത്. അത് H2O. H2 എന്താ? വാട്ടർ ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയുന്നത് ഒരു വെറൈറ്റി പേരാണ് എക്വ. എക്വ മീൻസ് വാട്ടർ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. എക്വാട്ടിക് സ്പീഷീസ് എന്നൊക്കെ നമ്മൾ പറയൂലേ, അതുപോലെ എക്വ കേട്ടോ. അടുത്തത് CO. ഇത് ഞാൻ പറഞ്ഞു തന്നതാ, കുറെ നേരമായിട്ട് ഞാൻ പറഞ്ഞു തന്നതാ. ആരത് CO എന്ന് പറഞ്ഞ? കാർബണിൽ കേട്ടോ, കാർബണിൽ. ഈ പേര് പഠിക്കണം, പേര് പഠിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ എഴുതി ഇറക്കാൻ തരുന്നത് കേട്ടോ. കാർബണിൽ, CO എന്ന് പറഞ്ഞ കാർബണിൽ. റെഡിയല്ലേ? ഇനിയുണ്ട്, ഒരുപാടുണ്ട്. നമ്മുടെ F-. ആരാത് F- പറഞ്ഞു കഴിഞ്ഞാല്? ഫ്ലൂറിനാന്ന് അറിയാമല്ലോ. ഇവിടെ എല്ലാം ഇഡോ ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലൂറിഡോ. ആരാത്? ഫ്ലൂറിഡോ, ഫ്ലൂറിഡോ. ഓക്കെ. ഇനി CN- ആരാ? CN-. സയനൈഡാന്നറിയാമല്ലോ. അപ്പൊ എന്ത് ചേർക്കണം? ഇഡോ ചേർക്കുക, അത്രേ ഉള്ളൂ. സൈനിഡോ. അതായത് സൈനിഡോ. ഓക്കെ, സൈനിഡോ. ഓക്കെ, ഇനിയുണ്ട് കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. കാരണം നെയിം ചെയ്യുന്ന സമയത്തെ നമുക്ക് ഇവരെ ഉപകാരമുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തത് NO2-. ഇത് എന്തിന് എക്സാമ്പിളാണെന്ന് പറഞ്ഞേ? NO2- എന്ന് പറയുന്നത് ആർക്ക് എക്സാമ്പിളാ? അത് തന്നെ, ആംബിഡിന്റെ ലിഗാൻഡിന്റെ എക്സാമ്പിൾ NO2- എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിന്റെ പേര് പറയുന്നത് ഇങ്ങനെയാണ്, നൈട്രിറ്റോ. ആരത്? നൈട്രിറ്റോ. ഒരു ഹൈഫൺ കൊടുക്കുക, N. നൈട്രിറ്റോ N എന്ന് പറയും. ഇനി ഇതിലെ തന്നെ ONO എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ പേരെന്ന് പറയുന്നത് നൈട്രിറ്റോ O കേട്ടോ. എന്താ ഈ O എന്ന് നമുക്ക് ഡൗട്ട് വരും. ഒന്നുമില്ല, അതായത് ഓക്സിജനും നൈട്രജനും ആണ് ആൾക്കാരല്ലേ. അവർക്ക് എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, രണ്ടുപേർക്കും ലോൺ പെയർ ഉള്ള ആൾക്കാരാണ്. സോ നൈട്രജൻ ആണ് ഈ പറയുന്ന ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നൈട്രിറ്റോ N എന്ന് പറയും. NO2- അത് കൺസിഡർ ചെയ്യും. അതേപോലെ ഓക്സിജൻ ആണ് അവിടെയുള്ള ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്താ? നൈട്രിറ്റോ O ആണ്, ONO ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഓയും എന്നും ഒക്കെ വരുന്നത്. അത് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് SO4 2-. എന്താ? സൾഫേറ്റ് ആണ്. അറിയില്ലേ? സൾഫേറ്റ് ആണെന്ന് അറിയാമല്ലോ, SO4 2-. സോ ഇവിടെ ചേർക്കുന്ന സമയത്ത് സൾഫാറ്റോ, സൾഫാറ്റോ, സൾഫാറ്റോ. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട് ഒരാള്, ഓക്സലേറ്റോ ഉണ്ട്. അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞേക്കാം നിങ്ങൾ. ഓക്സലേറ്റോ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഓക്സലേറ്റോ ആട്ടോ, ഓക്സലേറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തന്നെ, C2. അതായത് C2O4 2- അല്ലേ. അതായത് C2O4 2-. അതിന്റെ പേരാണ് ഓക്സലേറ്റോ, C2O4 2-. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും ആൾക്കാരാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക കേട്ടോ. ഇത്രയും ആൾക്കാരെ നമ്മൾ പൊതുവെ യൂഷ്വലായിട്ട് ഇതാണ് ഉപയോഗിക്കാറ്. കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവരെയൊക്കെയാണ്. അപ്പൊ ഇവരെയൊക്കെയാണ് നമ്മൾ നെയിമിംഗ് ലിഗാൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കോർഡിനേറ്റ് സ്ഫിയർ ഉണ്ട്. എന്തുണ്ട്? ഓരോ കോർഡിനേറ്റ് സ്ഫിയർ ഉണ്ട്. ആ ഓരോ കോർഡിനേറ്റ് സ്ഫിയറിന്റെയും നമുക്ക് എന്തറിയണം? അത് തന്നെ, നെയിമിംഗ് അറിയണം.
നെയിമിങ് അറിയണമെങ്കിൽ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. സ്റ്റെപ്സ് നമ്മൾ ടെക്സ്റ്റിൽ, നമ്മൾ NCERT ടെക്സ്റ്റിൽ വായിച്ചു നോക്കുന്ന സമയത്ത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ല ഇത്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെയിമിങ് നോമൻക്ലേച്ചർ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ. അതിന്റെ ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഏത് ഒരു കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നെയിം ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടല്ല. രണ്ട് രീതിയിൽ നെയിമിങ് ചോദിക്കാം. ഒന്ന് ഇതുപോലൊരു കോമ്പൗണ്ട് തന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ നെയിം എന്താണ് എന്നുള്ള രീതിക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇതിന്റെ നെയിം എന്താണെന്ന് ചോദിക്കാം. അല്ല വെച്ചുകഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കാം. അതായത് നെയിം തന്നിട്ട് അതിന്റെ കോംപ്ലക്സ് അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് എഴുതാനായിട്ട് ചോദിക്കാം. അങ്ങനെ രണ്ട് രീതിയിൽ ഈ നെയിമിങ് ചോദിക്കാനായിട്ട് പറ്റും. എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഈ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് മിക്കവാറും നെക്സ്റ്റ് ക്ലാസ്സിലാണ്. കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ട്, അത് ഓർത്ത് വെക്കുക. നമ്മൾ പഠിക്കാം, കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. അതിന്റെ കൂട്ടത്തിൽ കുറച്ചധികം എക്സാമ്പിൾസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഈ നെയിമിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടുള്ള ഞാനിപ്പോ കുറച്ച് നെയിംസ് പറഞ്ഞല്ലോ, അതെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് ചോദിക്കാം, നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. കാർബണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ പറഞ്ഞേ? കാർബണിൽ അത് തന്നെ, CO. വെരി ഗുഡ്, CO. അങ്ങനെയാണെങ്കിൽ എക്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, H2O. കറക്റ്റ്. ഓക്കെ, കാർബണിലായി, എക്വ ആയി. കറക്റ്റ് ആണല്ലോ, ഓർമ്മ ഉണ്ടല്ലോ. നെക്സ്റ്റ് SO4 2-, അതിന്റെ പേരെന്താ? SO4 2-. സൾഫാറ്റോ. ഓക്കെ, സൾഫാറ്റോ. ഓക്കെ. ഇനി അമീനാണെങ്കിലോ, അമീൻ NH3. അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ നോട്ട് ചെയ്യണം. 2 M ഉണ്ട് കേട്ടോ, അത് ഓർത്ത് വെക്കണേ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ OH- എന്താ പറയാ? OH- യെസ്, ഹൈഡ്രോക്സൈഡോ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നൈട്രിറ്റോ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? നൈട്രിറ്റോ O ആണ് ചോദിച്ചത് കേട്ടോ, ശ്രദ്ധിക്കുക. നൈട്രിറ്റോ O ഏതാ വരിക? യെസ്, വെരി ഗുഡ്, ONO. ശ്രദ്ധിക്കുക കേട്ടോ, ONO ആണ് നൈട്രിറ്റോ O എന്ന് വരിക. ഓക്കെ, ഇനി സൈനിഡോ ആണെങ്കിലോ? സൈനിഡോ ഏതാ? ഓക്കെ, CN-. ഇതാണ് സൈനിഡോ. വെരി ഗുഡ്. ഇനി ഫ്ലൂറിഡോ ആണെങ്കിൽ F-. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, അത്യാവശ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ റീകോർഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുറച്ചധികം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് പറഞ്ഞു. ദെൻ അതില് ഡെന്റിസിറ്റി പറഞ്ഞു, കോർഡിനേഷൻ പോളിഹെഡ്രൺ പറഞ്ഞു. ദെൻ 2 types ഓഫ് കോംപ്ലക്സ് ഉണ്ട്, ഹോമോലിറ്റിക് കോംപ്ലക്സ്, അതുപോലെ തന്നെ ഹീറ്റോലിറ്റിക് കോംപ്ലക്സ് ഉണ്ട്. ദെൻ 2 സോൾട്ട് പറഞ്ഞു, ഡബിൾ സോൾട്ട് ആൻഡ് കോംപ്ലക്സ് സോൾട്ട്. ദെൻ പറഞ്ഞത് ഓക്സിഡേഷൻ നമ്പർ ആണ്. കുറച്ചധികം എക്സാമ്പിൾസും പറഞ്ഞു. അതിന്റെ കൂടെ രണ്ടെണ്ണം ഞാൻ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഇത് എക്സാമ്പിൾസ് ആണ് ഹോമോലിറ്റിക്കിന്റെ. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. ഇത് നെയിമിങ്ങിന്റെ ആണ് പ്രൊസീജിയേഴ്സ്. ഇത് NCERT ടെക്സ്റ്റ് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാം, അതുകൊണ്ട് പേടിക്കാനില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോമൻക്ലേച്ചർ വൃത്തിയായിട്ട് പഠിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു കേട്ടോ.